Hi all, welcome back to Learning Planet. ലേണിംഗ് പ്ലാനറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സാധാരണഗതിയിൽ പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. അത് ഗ്രാമർ വേസ് ഒന്നും ഇല്ലാത്തവർ. എവിടെയാണ് ഈസി ചേർക്കേണ്ടത്, എവിടെയാണ് വാസ് ചേർത്ത്, ഈസി ചേർത്താൽ എന്താണ് കുഴപ്പം? ഒരു സെൻറ്റൻസിൻ്റെ കൂടെ ഹീ ഈസ് കോൾഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഹീ ഈസ് കോൾഡ് എന്ന് പറയാൻ പറ്റുമോ? ഹീ ഈസ് കോളിംഗ് എന്നാണോ പറയേണ്ടത്? ഇനി ഹീ കോൾഡ് എന്ന് പറയുന്നതും ഹീ വാസ് കോൾഡ് എന്ന് പറയുന്നതും തമ്മിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇത് നമുക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും നമുക്ക് ഉപകരിക്കും. അതെന്താണെന്നൊക്കെ ഞാനിതിനൊപ്പം പറയാം. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഐ ആം കോൾഡ്. എന്തായിരിക്കും വ്യത്യാസം? ഒന്നുകൂടെ താഴത്തേക്ക് വരാം. ഷീ ഇൻവൈറ്റഡ്, ഷീ വാസ് ഇൻവൈറ്റഡ്. എന്തായിരിക്കും വ്യത്യാസം? അപ്പോൾ നമുക്ക് വീണ്ടും ആദ്യത്തെ ആ ഒരു സെൻറ്റൻസിലേക്ക് പോകാം. ഐ കോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ വിളിക്കാറുണ്ട്, ഞാൻ വിളിക്കുന്നു എന്നൊക്കെ. ഐ ആം കോൾഡ് എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചു അല്ലെങ്കിൽ ഞാൻ വിളിക്കപ്പെട്ടു. ഞാൻ വിളിക്കപ്പെട്ടു എന്നാണ് പറയേണ്ടതെങ്കിലും നിങ്ങൾ അങ്ങനെ പറയണ്ട. എന്നെ വിളിച്ചു എന്ന് പറയുന്നു, ഞാൻ വിളിച്ചു എന്ന് പറയുന്നത് ഒരു വ്യത്യാസമുണ്ട്. ഞാൻ വിളിച്ചു പറയുമ്പോൾ ഞാനാണ് ആ വിളിക്കുന്ന കാര്യം ചെയ്യുന്നത്. അതേസമയത്ത് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ മറ്റാരോ വിളിച്ചു എന്നാണ്. അപ്പോൾ എന്നെ വിളിച്ചു അല്ലെങ്കിൽ എന്നെ ഞാൻ വിളിക്കപ്പെടുന്നു എന്ന് പറയുന്നതാണ് ഐ ആം കോൾഡ്. അപ്പോൾ അതിനെന്താ വ്യത്യാസം വരുന്നത്? ഇവിടെ നമ്മൾ ഒന്നാമത്തെ രൂപം ചേർക്കുമ്പം ഇവിടെ ഈ കോൾഡ് എന്നത് ശരിക്കും മൂന്നാമത്തെ രൂപമാണ്. അതായത് കോൾ, കോൾഡ്, കോൾഡ്. അടുത്ത ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. ഷീ ഇൻവൈറ്റഡ്, അവൾ ക്ഷണിച്ചു. ഷീ വാസ് ഇൻവൈറ്റഡ്, അവളെ ക്ഷണിച്ചു. അവൾ ക്ഷണിക്കപ്പെട്ടു എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവളെ ക്ഷണിച്ചു എന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ ഇങ്ങനെ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഒരാളാണെങ്കിൽ നമ്മൾ വാസ് ചേർക്കാം. ഇപ്പം എന്നെ ക്ഷണിച്ചു, ഐ വാസ് ഇൻവൈറ്റഡ്. അപ്പോൾ ഐ വാസ് ഇൻവൈറ്റഡ് ബൈ ആരാണോ വിളിച്ചത് അതങ്ങനെ. ഐ വാസ് ഇൻവൈറ്റഡ് ബൈ മൈ നെയ്ബർ, എൻ്റെ അയൽക്കാരനാണ് എന്നെ ക്ഷണിച്ചത്. അപ്പോൾ നോക്കൂ, ഷീ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ അവൾ ക്ഷണിച്ചു. ഷീ വാസ് ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ അവൾ ക്ഷണിക്കപ്പെട്ടു അല്ലെങ്കിൽ അവളെ ക്ഷണിച്ചു. ഇതാണ് കുഴപ്പം. അപ്പം നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു സംഗതി ഇപ്പം നോക്കാം. ഷീ അറ്റാക്ക്ഡ് എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. അപ്പോൾ ആള് മോശക്കാരിയാണ് അല്ലേ? ഷീ അറ്റാക്ക്ഡ്, അവൾ ആക്രമിച്ചു. അപ്പോൾ അവൾക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ അവൾ വയലൻ്റായി അവൾ ആക്രമിച്ചു. ഷീ അറ്റാക്ക്ഡ്. ഷീ വാസ് അറ്റാക്ക്ഡ് എന്ന് പറഞ്ഞാലോ അവളെ ആക്രമിച്ചു. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇത് പാസീവിലാണ് ഈ സ്ട്രക്ചർ കിടക്കുന്നത്. പക്ഷെ ഇതിനപ്പുറത്തേക്കൊക്കെ പറയും. ഇനി നിങ്ങൾ നോക്ക്, ഹീ വിൽ അറസ്റ്റ്, അവൻ അറസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ആൾക്കൊരു പവറുണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള. അയാളൊരു പോലീസ് ഒഫീഷ്യൽ ആവാം, ഒരു സോൾജിയർ ആവാം, അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഒരാളാണ്. അപ്പോൾ ഹീ വിൽ അറസ്റ്റ്, അദ്ദേഹം അറസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് പകരം ഹീ വിൽ ബി അറസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതുമായി യാതൊരു ബന്ധവുമില്ല. അറസ്റ്റഡ് എന്നത് മൂന്നാമത്തെ രൂപമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അറസ്റ്റഡ്. അപ്പോൾ അവൻ അറസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ ആ വ്യക്തിക്ക് അവന് അറസ്റ്റ് ചെയ്യാനുള്ള പവറുണ്ട്. ഈസ് എ പോലീസ് ഓഫീസർ ആൻഡ് ഹി വിൽ അറസ്റ്റ് ദാറ്റ് പേഴ്സൺ അറ്റ് എനി ടൈം. അയാളൊരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹം എന്ത് ചെയ്യും? ആ ആളെ, ക്രിമിനലിനെ, കൾപ്രിറ്റിനെ ഏത് സമയത്ത് അറസ്റ്റ് ചെയ്യും. അതിന് പകരം ഹീ വിൽ ബി അറസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അവൻ അറസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ വ്യക്തി കള്ളനായിരിക്കണം, ക്രിമിനലായിരിക്കണം. ഹീ വിൽ ബി അറസ്റ്റഡ്. ഇതാണ് കാര്യം. അപ്പോൾ നോക്ക്, അവൻ ശിക്ഷിക്കുമെന്ന് പറയണം വിചാരിക്കുക. ഹീ വിൽ പണിഷ്. ഇവിടെ നമ്മൾ പണിഷ് എന്ന് എഴുതി വിചാരിക്കുക. അവൻ ശിക്ഷിക്കും, ഹീ വിൽ പണിഷ്. അപ്പോൾ ഇവിടെ ഹീ വിൽ ബി പണിഷ്ഡ് എന്ന് പറഞ്ഞാലോ അവൻ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഇവിടെ ഇയാൾക്ക് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് വിൽ ബി ചേർത്ത് വരുമ്പോൾ ഇയാളാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഹീ വിൽ ബി, അങ്ങനെയാണ് പറയുക. ഹി വിൽ ബി പണിഷ്ഡ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് വ്യത്യാസം. അപ്പം നമ്മൾ വെറുതെ ആവശ്യമില്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് വാസും വെർബിൻ്റെ മൂന്നാമത്തെ രൂപം ചേർക്കാൻ പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കുക.
ഇപ്പോൾ നോക്കാം, ഹീ കിൽഡ്, അവൻ കൊന്നു. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കേസിൽ നമ്മൾ കേട്ടതാണല്ലേ, ഹി വാസ് കിൽഡ് എന്ന് പറഞ്ഞപ്പോൾ എന്താ കുഴപ്പം? അപ്പോൾ ആളുണ്ടാവില്ല, അവൻ കൊല്ലപ്പെട്ടു എന്നാണ്. അപ്പോൾ ഹീ കിൽഡ് 6 persons, 6 പേരെ അവൻ കൊന്നു. അപ്പോൾ ഹീ വാസ് കിൽഡ് എന്ന് പറഞ്ഞാലോ അയാൾ കൊല്ലപ്പെട്ടു. അപ്പോൾ ആ കൊല്ലുന്ന ആൾ ആദ്യം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു, പിന്നെ അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് വേറെ നോക്കുക. ഐ ഹാവ് ഷിഫ്റ്റഡ്, ഞാൻ മാറ്റി. ഷിഫ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക, മാറ്റുക അല്ലേ. ഐ ഹാവ് ഷിഫ്റ്റഡ്, ഞാൻ ഷിഫ്റ്റ് ചെയ്തു. ഐ ഹാവ് ഷിഫ്റ്റഡ് മൈ ബാഗ് ആൻഡ് ബാഗേജ്. നോക്കാം, ഐ ഹാവ് ഷിഫ്റ്റഡ് മൈ ബാഗ് ആൻഡ് ബാഗേജ്. ഞാൻ എൻ്റെ സാധന സാമഗ്രികളെല്ലാം ഞാൻ മാറ്റി. അപ്പം ലഗേജ് മാറ്റി, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഐ ഹാവ് ഷിഫ്റ്റഡ് മൈ ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ്, എൻ്റെ വീട്ടു സാധനങ്ങളെല്ലാം ഞാൻ ഷിഫ്റ്റ് ചെയ്തു, മാറ്റി. ഐ ഹാവ് ബീൻ ഷിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റപ്പെട്ടു, എന്നെ മാറ്റിയെന്നാണ്, എന്നെ സ്ഥലം മാറ്റിയെന്നോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ തിരുവനന്തപുരത്ത് കിടക്കുന്ന ഞാൻ ഒരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ട് എന്നെ കാസർഗോഡേക്ക് മാറ്റിയെന്ന് വിചാരിക്കാം. അപ്പോൾ ആളിങ്ങനെയാവും പറയാം, ഐ ഹാവ് ബീൻ ഷിഫ്റ്റഡ് ടു കാസർഗോഡ്. അപ്പം നമ്മൾ കേൾക്കുന്ന ആൾ ചോദിക്കും, ലിസണർ മേ ആസ്ക് യു അറ്റ് പ്രസൻറ്റ് വേർ ആർ യു വർക്കിംഗ്? ഐ ആം വർക്കിംഗ് നൗ ഇൻ തിരുവനന്തപുരം. ഐ ആം വർക്കിംഗ് അറ്റ് മൈ ഓഫീസ് തിരുവനന്തപുരം. ഇറ്റ്സ് അറ്റ് ഏതെങ്കിലും ഒരു തിരുവനന്തപുരത്തുള്ളൊരു സ്ഥലം പറയുന്നു. സോ ഐ ആം വർക്കിംഗ് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ആൻഡ് ഐ ഹാവ് ബീൻ ഷിഫ്റ്റഡ് ടു കാസർഗോഡ് ആസ് പാർട്ട് ഓഫ് എ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ. ആക്ച്വലി ഐ ആം ഇന്നസെൻറ്റ് ഇൻ ദിസ് കേസ്. ഈ കേസിൽ ഞാൻ നിരപരാധിയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും അയാൾ പറയുക, കള്ളനാണെന്ന് പറയില്ലല്ലോ. അപ്പോൾ നോക്കാം, ഐ ഹാവ് ഷിഫ്റ്റഡ്, ഐ ഹാവ് ബീൻ ഷിഫ്റ്റഡ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഐ കുക്ക്ഡ് എന്ന് പറയാം. എന്താ കാര്യം? ഞാൻ പാകം ചെയ്തു. ഐ വാസ് കുക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്നെ പാകം ചെയ്തു എന്നാവും. അപ്പോൾ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ അതൊരു വലിയ തെറ്റാണ്, മണ്ടത്തരമാണ്. ആളുകൾക്ക് ചിരിക്കാനുള്ള ഒരു കാര്യമാണത്. മനസ്സിലായല്ലോ. ഐ ഫിനിഷ്ഡ് പറഞ്ഞാൽ ഞാൻ പൂർത്തിയാക്കി എന്നാണ്. ഐ വാസ് ഫിനിഷ്ഡ് എന്നാലോ എന്നെ തീർത്തു എന്നാണ്, ഞാനാകെ ഫിനിഷായി. അപ്പോൾ അത് നമുക്കൊരു ബിസിനസ്സിലോ മറ്റെന്തെങ്കിലോ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊരു ബെനിഫിറ്റ് കിട്ടിയില്ല, ഫ്ലോപ്പായ, അതിനൊക്കെ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും. അല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ പറയില്ല ആളെ തീർത്തു. വില്ലന്മാരൊക്കെ സിനിമയിലൊക്കെ ഉണ്ടല്ലോ, ഫിനിഷ് ചെയ്യും. അപ്പം ചിലപ്പോൾ പറയില്ലേ ഹി വാസ് ഫിനിഷ്ഡ്, ഹി ഹാസ് ബീൻ ഫിനിഷ്ഡ് ഓൾറെഡി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം. ഓക്കെ, ഇത്തരം സെൻറ്റൻസുകൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കുക. ഐ സേവ്ഡ്, ഐ വാസ് സേവ്ഡ്. ഞാൻ രക്ഷിച്ചു, എന്നെ രക്ഷിച്ചു. ഇതാണ് വ്യത്യാസം. മനസ്സിലായല്ലോ. ഐ അഡ്വൈസ്ഡ്, ഞാൻ ഉപദേശിച്ചു. ഐ വാസ് അഡ്വൈസ്ഡ്, എന്നെ ഉപദേശിച്ചു. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ വ്യത്യസ്തമായ സെൻറ്റൻസുകളും ആളുകൾക്ക് തെറ്റാൻ സാധ്യതയുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.